ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഏഷ്യയിലെ തന്നെ വലിയ കലാമാമകമായ സംസ്ഥാന സ്കൂൾ കലോത്സവം ഇത്തവണ തലസ്ഥാന നഗരിയിലാണ്. ഇതിനു മുന്നോടിയായി സബ് ജില്ലാ കലോത്സവങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കാൻ ഫറൂഖ് ഉപജില്ലാ കലോത്സവവും തുടങ്ങിക്കഴിഞ്ഞു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. സംസ്ഥാന സ്കൂൾ കായികമേള ഡിസംബർ 5 മുതൽ 8 വരെ കോഴിക്കോട് നടക്കും. ലോഗോ പ്രകാശനം ചെയ്തു. ഉപജില്ലാ സ്കൂൾ കലോത്സവങ്ങൾക്ക് കോഴിക്കോട് തുടക്കമായി. പൊന്നാനിയിൽ വാഹനാപകടം. ഹാൻഡ്ബോൾ ടീം അംഗങ്ങളടക്കം 4 വിദ്യാർത്ഥികൾ മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. എന്തും ഏറ്റെടുക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഗൌരിക്കുട്ടി എന്ന ആന ഗർഭം ധരിച്ചാൽ അതും ഞമ്മളാണെന്ന് വെള്ളാപ്പള്ളി പറയും. എന്തും ഏറ്റെടുക്കുന്ന നിലയിലാണ് അദ്ദേഹമെന്നും VS കൂട്ടിച്ചേർത്തു. എട്ടുകാലി മമ്മൂഞ്ഞനെ പറ്റി പറഞ്ഞിട്ടുള്ള കഥ ആര് പറഞ്ഞിട്ടുള്ളതാണെന്ന് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. മമ്മൂഞ്ഞനെ പറ്റി പറയുന്നത് പോലെ മമ്മൂഞ്ഞ് കുഞ്ഞുലക്ഷ്മിക്ക് ഗർഭം ധരിച്ചു എന്ന് പറയുമ്പോൾ അത് ഞമ്മളാ. അത് മാത്രമല്ല, ഗൗരിക്കുട്ടി ആനയാ, അത് ഞമ്മളാ എന്ന് പറയുന്ന ആ ഉതുപമ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആ ഉൾമ നിങ്ങള് ഇതിന് സമാനമായി VS പറഞ്ഞു എന്ന് പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ലോഗോ പ്രകാശനം കോഴിക്കോട് നടന്നു. മേയർ VKC മുഹമ്മദ് കോയ പബ്ലിസിറ്റി ചെയർമാനായ കമാൽ വരദൂരിന് നൽകിയാണ് ലോഗോ പ്രകാശനം ചെയ്തത്. മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ ഡിസംബർ 5 മുതൽ 8 വരെയാണ് കായികമേള നടക്കുക. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ലോഗോ പ്രകാശനം മേയർ VKC മുഹമ്മദ് കോയ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാനും കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റുമായ കമാൽ വരദൂരിന് നൽകി നിർവഹിച്ചു. ഡിസംബർ 5 മുതൽ 8 വരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ കായികമേള നടക്കുക. സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്ന ആദ്യ മെഗാ കായികമേളയായിരിക്കും ഇത്. സജീഷ് കുമാറാണ് പുതിയ ലോഗോ രൂപകൽപ്പന ചെയ്തത്. മേയർ ചേംബറിൽ നടന്ന പരിപാടിയിൽ പുരുഷൻ കടലുണ്ടി MLA, ഡെപ്യൂട്ടി മേയർ മീര ദർശക്, DD ഗിരീഷ് ചോലയിൽ, സ്പോർട്സ് കമ്മിറ്റി കൺവീനർ അഷ്റഫ് മാസ്റ്റർ, ജോയിന്റ് കൺവീനർ MK പ്രേമചന്ദ്രൻ, P സോമശേഖരൻ, VP സുരേന്ദ്രൻ, PT രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. കലയുടെ നൂപുരധ്വനികൾ ഉണർത്തി കൌമാര കലാമേളയ്ക്ക് തുടക്കം. ജില്ലയിലെ ആദ്യ ഉപജില്ലാ കലാമേളയാണ് ബേപ്പൂരിൽ ആരംഭിച്ചത്. ഫറൂഖ് AO KK മുഹമ്മദ് കലോത്സവ പതാക ഉയർത്തി. 4 ദിവസം 9 വേദികളിൽ 4000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. ഫറൂഖ് വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു. രാവിലെ 10-ന് ഫറൂഖ് AO KK മുഹമ്മദ് പതാക ഉയർത്തിയതോടെയാണ് 4 ദിവസത്തെ മേളയുടെ അരങ്ങുണർന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവത്തിന്റെ ചെറു ഘട്ടത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ഘട്ടവുമാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മേള വിജയത്തിനു വേണ്ടി നിങ്ങളുടെ എല്ലാവിധ ആശംസകളും ഉണ്ടാകണമെന്ന് ഒരു തവണ കൂടി അഭ്യർത്ഥിക്കുന്നു. പതാക ഉയർത്തൽ ചടങ്ങിൽ PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക V ജീജ, പ്രിൻസിപ്പൽ PJ ലൂസി, കൌൺസിലർമാരായ പേരോത്ത് പ്രകാശൻ, PP ബീരാൻ കോയ, T ഹസൻ, സംഘടന സമിതി ഭാരവാഹികളായ മുരളി കക്കാടത്ത്, AV ഗിരീഷ്, T ഉണ്ണികൃഷ്ണൻ, P മുസ്തഫ,
മദർ PTA പ്രസിഡന്റ് പ്രജിത, ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് അബ്ബാസ് മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പത്മനാഭൻ പള്ളത്ത്, കൺവീനർ അനൂപ് KC എന്നിവർ നേതൃത്വം നൽകി. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ മേളയിൽ LP മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള രചനാ മത്സരങ്ങളാണ് ആദ്യ ദിനം നടന്നത്. കോർപ്പറേഷൻ, ബേപ്പൂർ, ചെറുവണ്ണൂർ, നല്ലളം മേഖല, ഫറോക്ക്, രാമനാട്ടുകര നഗരസഭ, കടലുണ്ടി പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ 81 സ്കൂളുകളിൽ നിന്നായി 4000-ഓളം കലാപ്രതിഭകളാണ് മേളയിൽ മാറ്റുരയ്ക്കുന്നത്. ബേപ്പൂർ ഹൈസ്കൂളിന് പുറമെ ലിറ്റിൽ വണ്ടർ സ്കൂൾ, ബേപ്പൂർ സൌത്ത് ഗവൺമെന്റ് LP സ്കൂൾ, എടത്തൊടി കൃഷ്ണൻ സ്മാരക ഹാൾ, റോയൽ സ്പോർട്സ് ക്ലബ് ഹാൾ എന്നിങ്ങനെ 9 വേദികളിലായാണ് കലാമേള നടക്കുന്നത്. BC റോഡ് ഗവൺമെന്റ് LP സ്കൂളിലാണ് ഊട്ടുപുര പ്രവർത്തിക്കുന്നത്. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മേയർ VKC മുഹമ്മദ് കോയ നിർവഹിക്കും. 24 വൈകിട്ട് 4 നടക്കുന്ന സമാപന സമ്മേളനം എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്യും. DD ഗിരീഷ് ചോലയിൽ ട്രോഫികൾ സമ്മാനിക്കും. ആദ്യ ദിനം LP, UP, ഹയർ സെക്കൻഡറി വിഭാഗം ചിത്രരചന, പെൻസിൽ, ജലച്ചായം, കാർട്ടൂൺ എന്നീ മത്സരങ്ങൾ നടന്നു. തുടർന്ന് UP ഹയർ സെക്കൻഡറി വിഭാഗം കഥാരചന, കവിതാരചന എന്നിവയും നടന്നു. സംസ്കൃതോത്സവത്തിൽ ഉപന്യാസ രചന, കഥാരചന, കവിതാരചന, സമസ്യാപൂരണം, പ്രശ്നോത്തരി എന്നിവ നടന്നു. അറബിക് കലോത്സവത്തിൽ കയ്യെഴുത്ത്, പദനിർമ്മാണം, പദകേളി, തർജ്ജമ, പദപ്പയറ്റ്, ഗദ്യവായന, ക്വിസ് മത്സരം എന്നിവയും ഉണ്ടായിരുന്നു. ഖുർആൻ പാരായണം, പ്രസംഗം, സംഭാഷണം, അക്ഷരശ്ലോകം സംസ്കൃതം, കടങ്കഥ, അക്ഷരശ്ലോകം മലയാളം, ബാൻഡ് മേളം എന്നിവയും അരങ്ങേറി. വർഗീയ ഫാസിസ്റ്റ് സംഘടനയായ RSSന്റെ ആജ്ഞാവർത്തിയായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാറുന്നത് നിർഭാഗ്യകരമാണെന്ന് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി KH നാസർ. സംസ്ഥാനത്ത് ശക്തിപ്പെടുന്ന വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടാൻ മാത്രമേ വെള്ളാപ്പള്ളിയുടെ സമീപകാല നിലപാടുകൾ സഹായകമായിട്ടുള്ളൂവെന്നും KH നാസർ പറഞ്ഞു. അങ്ങനെയുള്ള RSSന്റെ കയ്യിൽ ചട്ടുകമായി മാറുന്ന ഒരവസ്ഥയാണ് വെള്ളാപ്പള്ളി നടേശൻ ഈയിടെയായി ആവർത്തിച്ചെടുക്കുന്ന നിലപാടുകൾ നമുക്ക് ബോധ്യപ്പെടുത്തും. RSS അജണ്ടകളുടെ നടത്തിപ്പുകാരനായി യോഗം ജനറൽ സെക്രട്ടറി അധപ്പതിക്കുന്നത് ശ്രീനാരായണ ദർശനങ്ങളെ ഒറ്റിക്കൊടുക്കുന്നതിന് തുല്യമാണ്. വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സമത്വ മുന്നേറ്റ യാത്ര ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിദ്വേഷം വളർത്തുന്നതിനാണ് ഫലത്തിൽ പ്രയോജനപ്പെടുക. വിവിധ ഹിന്ദു സമുദായങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയെന്ന വ്യാജേന വെള്ളാപ്പള്ളി നടത്തുന്നത് ന്യൂനപക്ഷ വിരോധം ആളിക്കത്തിക്കുകയാണെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും പ്രതികരണങ്ങളും വ്യക്തമാക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾക്ക് ന്യായം ചമയ്ക്കാൻ RSS വളരെ കാലമായി നിരത്തിക്കൊണ്ടിരിക്കുന്ന അസംബന്ധങ്ങളാണ് അദ്ദേഹം ആവർത്തിച്ചത്. ഭരണനേട്ടങ്ങൾ മുഴുവൻ കോട്ടയത്തേക്കും മലപ്പുറത്തേക്കുമാണ് ഒഴുകുന്നതെന്നും മുസ്ലിം ജനസംഖ്യ പെരുകുകയാണെന്നും മറ്റുമുള്ള പരാമർശങ്ങൾക്ക് വസ്തുതകളുടെ പിൻബലമില്ലെന്നും പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി KH നാസർ പറഞ്ഞു. മലപ്പുറം പൊന്നാനിയിൽ വൻ തോട്ടിലേക്ക് മറിഞ്ഞ് 4 പേർ മരിച്ചു. എറണാകുളം ജില്ലാ സ്കൂൾ ഹാൻഡ്ബോൾ ടീം അംഗങ്ങളടക്കം 4 പേരാണ് മരിച്ചത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട വാൻ വൈദ്യുതി തൂണിലിടിച്ച് തോട്ടിലേക്ക് മറിഞ്ഞ് എറണാകുളം ജില്ലാ സ്കൂൾ ഹാൻഡ്ബോൾ ടീം അംഗങ്ങളടക്കം 4 പേർ മരിച്ചു. എടപ്പാളിനും പൊന്നാനിക്കുമിടയിൽ ബിയ്യത്തും പാലത്തിനു സമീപം തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയാണ് അപകടമുണ്ടായത്. അമൽ കൃഷ്ണ, സുധീഷ്, അതുൽ, സേവ്യർ എന്നിവരാണ് മരിച്ചത്. ഇവരിൽ ആദ്യ 3 പേർ ഹാൻഡ്ബോൾ ടീം അംഗങ്ങളാണ്. ടീം അംഗമായ ബിജോയുടെ ബന്ധുവാണ് മരിച്ച സേവ്യർ. ഇദ്ദേഹം എടപ്പാൾ പഞ്ചായത്തിലെ ക്ലർക്കാണ്. പരിക്കേറ്റ 7 പേരെ തൃശൂരിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിലെ ഹാൻഡ്ബോൾ മത്സരം കഴിഞ്ഞ് പൊന്നാനിയിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു ഇവർ. ചമ്രവട്ടത്ത് ബസ് ഇറങ്ങിയ ശേഷമാണ് ഇവർ വാനിൽ സുഹൃത്തിന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചത്. 4 പേരുടെ മൃതദേഹങ്ങൾ എടപ്പാൾ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പരിക്കേറ്റവരെ തൃശൂർ അമല ആശുപത്രിയിലേക്ക് മാറ്റി. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പ്രദേശത്ത് ഇരുട്ടായതിനാൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി അവയുടെ വെളിച്ചത്തിലായിരുന്നു കാറിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത്. 10 പേരാണ് അപകട സമയത്ത് വാഹനത്തിലുണ്ടായിരുന്നത്. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പ്രപഞ്ചം നാരായണ ട്രാവൽസ് ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി വൃശ്ചികം 1 മുതൽ പടിപൂജ വരെ ദിവസേന പ്രസാദ, താമസ, ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ഡിസംബർ മുതൽ കരിമല യാത്ര. ശബരിമല ദർശനം കഴിഞ്ഞ് മടക്കം പുൽമേട് വഴി മധുര, തിരുപ്പുറകുണ്ടം, പഴനി വഴി പ്രത്യേക യാത്ര. ശ്രീ ശബരിമല മേലുദിക്കുന്ന
നിർധനരായ 251 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദവിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കുന്നിടിഞ്ഞ് ആയുർവേദ ആശുപത്രി കെട്ടിടം തകർന്നു വീണു. കൊയിലാണ്ടി കീഴരിയൂർ ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം. കീഴരിയൂർ ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ആശുപത്രി കെട്ടിടം മണ്ണിടിഞ്ഞ് തകർന്നു. സമീപത്തെ കുന്നിൽ നിന്നും മണ്ണും കല്ലും ഇടിഞ്ഞു വീണാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നത്. പേരാമ്പ്ര MLA കെ കുഞ്ഞമ്മദ് മാസ്റ്ററുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 6 മാസം മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും വൈദ്യുതിയും വെള്ളവും ഇല്ലാത്തതിനാൽ പ്രവർത്തനം തുടങ്ങിയിരുന്നില്ല. ഇതിനിടയിലാണ് സമീപത്തെ കുന്നിൽ നിന്നും മണ്ണും കല്ലും ഇടിഞ്ഞു വീണ് കെട്ടിടം തകർന്നത്. 39 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിക്ക് കെട്ടിടം നിർമ്മിക്കാൻ നാട്ടുകാർ പിരിച്ചെടുത്താണ് സ്ഥലം വാങ്ങിയത്. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുന്നതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ആഘോഷമായി തന്നെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയെങ്കിലും ഇവിടെ അടിസ്ഥാന സൌകര്യം ഉറപ്പുവരുത്താൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഫറോക്ക് ഉപജില്ലാ കലോത്സവത്തിന്റെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതിയാണ് പ്രവർത്തിക്കുന്നത്. കുറ്റമറ്റ രീതിയിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്കുള്ള ഭക്ഷണം ലഭ്യമാക്കാനുള്ള ഒരുക്കങ്ങളും സജീവമാണ്. ദിവസേന 2000 പേർക്കാണ് ഭക്ഷണം നൽകുക. 4000-ഓളം മത്സരാർത്ഥികൾ, 1000-ലധികം സംഘാടകർ. ഇവർക്ക് കുറ്റമറ്റ രീതിയിൽ ഭക്ഷണം തയ്യാറാക്കുന്നത് BC റോഡ് GLP സ്കൂളിലാണ്. 24 മുതൽ 27 വരെ 4 ദിവസവും വിഭവസമൃദ്ധമായ സദ്യയാണ് ഇവിടെ ഒരുക്കുന്നത്. രാവിലെ ചായയും പ്രാതലും, ഉച്ചയ്ക്ക് സാമ്പാർ അടക്കമുള്ള സദ്യ, വൈകിട്ട് ചായയും ലഘുഭക്ഷണവും. ദിവസേന സദ്യയ്ക്കൊപ്പം പായസവും നൽകുന്നുണ്ട്. സേമിയ, അട, അരി എന്നിങ്ങനെ പോകുന്നു പായസ വൈവിധ്യങ്ങൾ. ഭക്ഷണം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. 4 ദിവസം വിഭവസമൃദ്ധമായ ഭക്ഷണം വരുന്ന കുട്ടികൾക്ക് കൊടുക്കുക, അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിനും പരമാവധി ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു നേരം 2000 പേർക്കുള്ള ഭക്ഷണമാണ് ഇവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. സദ്യ 4 ദിവസവും സദ്യ കൊടുത്തുകൊണ്ടാണ് പരിപാടി. പായസടക്കമുള്ള സദ്യ. എല്ലാ നാട്ടുകാരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഇതിനകത്തുണ്ട്. നമ്മൾ ചെല്ലാൻ കഴിയായിട്ടുള്ള ഇതുള്ളൂ. ചെല്ലുന്നവരെല്ലാവരും നല്ല സഹായങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു പ്രതികരണമാണ് ജനങ്ങളെടുത്ത്. കൌൺസിലർമാരായ നെല്ലിക്കോട്ട് സതീഷ് കുമാർ, തോട്ടപ്പായി അനിൽകുമാർ, മുൻ പഞ്ചായത്ത് അംഗം AM അനിൽകുമാർ, ലാലു പ്രദീപ്, വളപ്പിൽ പ്രദീപ്, GLP സ്കൂൾ പ്രധാനാധ്യാപിക ലീലാമണി നാരായണൻ, മുൻ പ്രധാനാധ്യാപിക പൊന്നമ്മ ടീച്ചർ, ഗോപി, TP രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പാചകവും വിതരണവും. ഒരു നേരം 2000 പേർക്കുള്ള ഭക്ഷണം നൽകും. ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിതരണത്തിനുമായി സ്കൂളിലെ മാതൃസമിതി അംഗങ്ങളും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെയും PTA-യുടെയും സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഭക്ഷണകാര്യത്തിൽ മികച്ച ശ്രദ്ധയാണ് സംഘാടകർ നൽകി വരുന്നത്. ബേപ്പൂർ കടൽത്തീര വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ നവീകരണത്തിന് ആവശ്യമായ ഫണ്ട് ഉടൻ അനുവദിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. ബീച്ചിൽ നടപ്പാക്കേണ്ട പുനരുദ്ധാരണ പ്രവൃത്തിയുടെ രൂപരേഖ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് തയ്യാറാക്കി വരികയാണെന്നും 30-ന് നടക്കുന്ന ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് ഇക്കാര്യം പരിഗണിച്ച് ആവശ്യമായ ഫണ്ട് അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബേപ്പൂർ ബീച്ച് മന്ത്രി അനിൽകുമാർ സന്ദർശിച്ചു. ബീച്ചിൽ നടപ്പാക്കേണ്ട പുനരുദ്ധാരണ പ്രവൃത്തിയുടെ രൂപരേഖ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് തയ്യാറാക്കി വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബീച്ചിൽ കേടായി കിടക്കുന്ന അലങ്കാര വിളക്കുകൾ മാറ്റി സ്ഥാപിക്കുക, കഫ്റ്റീരിയ, ക്രാഫ്റ്റ് സ്റ്റോർ എന്നിവയുടെ നവീകരണം, മൂത്രപ്പുര, റെയിൻ ഷെൽട്ടർ അറ്റകുറ്റപ്പണി, പുളിമൂട്ടിലെ ഇരിപ്പിടങ്ങളും ഇന്റർലോക്ക് കട്ടകളും പുനഃസ്ഥാപിക്കൽ എന്നിവയാണ് ആദ്യപടിയായി പരിഗണിക്കുന്നത്. ഇതു സംബന്ധിച്ച പദ്ധതി റിപ്പോർട്ട് 25-നകം സമർപ്പിക്കാൻ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സുനാമി പുനരധിവാസ ഫണ്ടിൽ 5.5 കോടിയിൽ പരം രൂപ ചെലവിട്ട് 2011-ലാണ് ടൂറിസം വകുപ്പ് ബേപ്പൂർ ബീച്ച് സൌന്ദര്യവൽക്കരിച്ചത്. കടലിനുള്ളിലേക്ക് കല്ലിട്ട് നിർമ്മിച്ച പുളിമൂട്ടിന് ഇരുവശത്തും അലങ്കാര വിളക്കുകൾ, ഓപ്പൺ എയർ പവലിയൻ, കഫ്റ്റീരിയ, ക്രാഫ്റ്റ് സ്റ്റോർ, ഹൈലോ മാസ്റ്റ് തെരുവ് വിളക്കുകൾ എന്നിവയെല്ലാമായിരുന്നു ഒരുക്കിയത്. എന്നാൽ യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ കാലക്രമേണ ബീച്ചിലെ നിർമ്മിതികളെല്ലാം നാശത്തിലായി. ഇക്കാര്യം MLA-യും DTPC-യും അറിയിച്ചപ്പോഴാണ് ബേപ്പൂർ ബീച്ച് കാണാൻ മന്ത്രി നേരിട്ടെത്തിയത്. ചാലിയാർ അറബിക്കടലിൽ സംഗമിക്കുന്ന ബേപ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. എളമരം കരീം MLA, കൌൺസിലറും DTPC അംഗവുമായ അഡ്വക്കേറ്റ് PM നിയാസ്, ടൂറിസം വകുപ്പ് പ്രൊജക്ട് എഞ്ചിനീയർ KP സുഭാഷ് ചന്ദ്രൻ, മജീഷ്യൻ പ്രദീപ് ഹൂഡിനോ, K രാജീവ്, KP ഹുസൈൻ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു.
മതനിഷ്ഠ ജീവിതവും മതനിരപേക്ഷ രാഷ്ട്രീയവും വച്ചു പുലർത്തിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ എക്കാലത്തെയും മാതൃകയാണെന്ന് അബ്ദുറഹ്മാൻ വർത്തമാനത്തിന് നൽകുന്ന പാഠം എന്ന സംവാദം അഭിപ്രായപ്പെട്ടു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ ഹമീദ് ചേന്നമംഗലൂർ, MP രാജേഷ് MP, KM ഷാജി MLA തുടങ്ങിയവർ സംസാരിച്ചു. വർഗീയതയ്ക്കെതിരെ അധികാരമോഹമില്ലാത്ത പോരാട്ടം വേണമെന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അനുസ്മരണത്തോടനുബന്ധിച്ച് അനുസ്മരണ സമിതി സംഘടിപ്പിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ വർത്തമാനകാലത്തിന് നൽകുന്ന പാഠം സംവാദം അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ കാണുന്നത് ശരിയല്ലെന്ന് MP രാജേഷ് MP അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷ വർഗീയതയ്ക്ക് ഒരിക്കലും രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാനാകില്ല. ആ വ്യത്യാസം ഒരിക്കലും കാണാതിരിക്കരുത്. മതനിരപേക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവരുത്. അധികാരം നേടിയെടുക്കുന്നതിനു വേണ്ടിയല്ല, മറിച്ച് മതനിരപേക്ഷ കാഴ്ചപ്പാടോടെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം നിലകൊള്ളുന്നതെന്നും രാജേഷ് പറഞ്ഞു. അദ്ദേഹത്തെ പോലെയുള്ള ദേശീയവാദികളായിട്ടുള്ള സാമ്രാജ്യവിരോധികളായിട്ടുള്ള മതനിരപേക്ഷവാദികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികൾ അനേകായിരം പേർ ചേർന്ന് രൂപം കൊടുത്ത ആശയമാണ് ഇന്ത്യ എന്നത്. മതതീവ്രവാദം കടന്നുവരുന്ന വഴികളെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്നില്ലെന്നും എല്ലാവർക്കും വോട്ടെന്ന അജണ്ട മാത്രമാണുള്ളതെന്നും KM ഷാജി MLA അഭിപ്രായപ്പെട്ടു. വർഗീയതയോടും മതതീവ്രവാദത്തോടും കൂട്ടുകൂടി മാത്രമേ അധികാരത്തിലെത്താൻ കഴിയുന്നുവെന്നുണ്ടെങ്കിൽ മാറി നിൽക്കാനുള്ള ആർജവവും രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണമെന്ന് അധ്യക്ഷത വഹിച്ച അനുസ്മരണ സമിതി പ്രസിഡന്റ് ഹമീദ് ചേന്നമംഗലൂർ അഭിപ്രായപ്പെട്ടു. ജനറൽ സെക്രട്ടറി NP ഹാഫിസ് മുഹമ്മദ്, സെക്രട്ടറി TKA അസീസ് എന്നിവർ പ്രസംഗിച്ചു. കടലാക്രമണമുണ്ടായ ഗോദീശ്വരം തീരം എളമരം കരീം MLA നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ ജനപ്രതിനിധികൾ സന്ദർശിച്ചു. ഗോദീശ്വരത്ത് കരിങ്കൽ ഭിത്തി നിർമ്മിക്കാൻ പദ്ധതി സമർപ്പിച്ചെങ്കിലും അനുമതിയും ഫണ്ടും ലഭിച്ചില്ലെന്ന് MLAയോട് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജലവിഭവ മന്ത്രിയെ നേരിൽ കണ്ട് ഇക്കാര്യം ആവശ്യപ്പെടുമെന്നും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ വിഷയം അവതരിപ്പിക്കുമെന്നും എളമരം കരീം MLA പറഞ്ഞു. ജലവിഭവ വകുപ്പ് സമർപ്പിച്ച പദ്ധതിക്ക് ഫണ്ട് ലഭ്യമാക്കാത്തത് ഗോദീശ്വരം തീരത്തെ കടൽഭിത്തി നിർമ്മാണം വൈകിപ്പിക്കുന്നു. ഗോദീശ്വരത്ത് 535 മീറ്റർ കരിങ്കൽ ഭിത്തി നിർമ്മിക്കുന്നതിന് 3.70 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചെങ്കിലും അനുമതിയും ഫണ്ടും ലഭിച്ചില്ലെന്ന് ഇന്നലെ സ്ഥലം സന്ദർശിക്കാനെത്തിയ എളമരം കരീം MLAയോട് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2012, 13, 14 വർഷത്തെ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനാലാണ് ജലവിഭവ വകുപ്പ് അധികൃതർ പദ്ധതി സമർപ്പിച്ചത്. വളരെ അത്യാവശ്യമായി ചെയ്യേണ്ട പ്രവൃത്തിയാണെന്ന പരിഗണനയിൽ 3 വട്ടം എസ്റ്റിമേറ്റ് സമർപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷം. നബാർഡ് ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതിയിലെങ്കിലും ഉൾപ്പെടുത്തുന്നതിന് എസ്റ്റിമേറ്റ് സമർപ്പിച്ചെങ്കിലും അനുമതി ലഭിച്ചില്ല. ഇനി സർക്കാർ ഫണ്ട് ലഭിച്ചാൽ മാത്രമേ ഭിത്തി നിർമ്മാണം ഉടൻ ആരംഭിക്കാനാകൂവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ജലവിഭവ മന്ത്രിയെ നേരിൽ കണ്ട് ഇക്കാര്യം ആവശ്യപ്പെടുമെന്നും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ വിഷയം അവതരിപ്പിക്കുമെന്നും എളമരം കരീം MLA പറഞ്ഞു. മാറാട് കൈതവളപ്പ് മുതൽ ഗോദീശ്വരം ക്ഷേത്രം വരെ 1 കിലോമീറ്റർ നീളത്തിലുള്ള കടലോരത്തിൽ ചിൽഡ്രൻസ് പാർക്ക് വരെ 465 മീറ്ററിൽ ഗാബ്രിയോൺ ബോക്സ് മാതൃകയിൽ കടലിന് ഭിത്തി കെട്ടിയിട്ടുണ്ട്. ക്ഷേത്രഭാഗത്തെ ജനവാസ കേന്ദ്രത്തിലാണ് ഇനി സംരക്ഷണ ഭിത്തി കെട്ടാനുള്ളത്. കഴിഞ്ഞ ദിവസം രൂക്ഷമായുണ്ടായ കടലാക്രമണത്തിൽ ഭിത്തിയില്ലാത്ത 200 മീറ്ററോളം ദൂരത്തിൽ കര കടലെടുത്തിട്ടുണ്ട്. വെള്ളം ഇരച്ചു കയറി തീരത്തെ കാറ്റാടി മരങ്ങൾ കടപുഴകുകയും ഗോദീശ്വരം ക്ഷേത്ര റോഡ് കരയിഴിച്ചിൽ ഭീഷണിയിലാവുകയും ചെയ്തു. ഏതു നിമിഷവും കടൽ കരകയറുമെന്ന ഭീതി ഉയർന്നതോടെ നാട്ടുകാർ അധികൃതരെ വിവരം അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് MLAയും ഉദ്യോഗസ്ഥ സംഘവും ഗോദീശ്വരം തീരത്ത് സന്ദർശനത്തിനെത്തിയത്. കൌൺസിലർമാരായ PP ബീരാൻകോയ, പേരോത്ത് പ്രകാശൻ, ജലവിഭവ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ K വത്സരാജ്, K ഫൈസർ, C വിജയൻ, P അജയൻ, ഓവർസിയർ അമാനുർ റഹ്മാൻ, ഡെപ്യൂട്ടി തഹസിൽദാർ C സേതുമാധവൻ, ബേപ്പൂർ വില്ലേജ് ഓഫീസർ N സുജിത് തുടങ്ങിയവരും ഗോദീശ്വരത്ത് എത്തിയിരുന്നു. വാർത്തകളിൽ ഒരിടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. സർക്കസ് അത്ഭുതങ്ങളുടെ മാത്രം കലയാണ്. നമുക്ക് അപ്രായോഗികമായതെല്ലാം സർക്കസ് കലാകാരന്മാർക്കും കലാകാരികൾക്കും പ്രായോഗികമാണ്. ഗ്രാൻഡ് സർക്കസ് ഉന്നതമായ പ്രയോഗപാഠവുമുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ സംഘമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും കലാകാരികളും ഈ സംഘത്തിലുണ്ട്. സ്വപ്നങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന ഗ്രാൻഡ് സർക്കസ് നമ്മുടെ തൊട്ടടുത്തു തന്നെയുണ്ട്. അതിശയങ്ങളുടെ അറബിക്കഥകളിലേക്ക് നയിക്കാൻ ഗ്രാൻഡ് സർക്കസിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് തൊട്ടടുത്തുണ്ട്. ഗ്രാൻഡ് സർക്കസ്.
വാർത്തകൾ തുടരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചാലപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രവും കുളവും മന്ത്രി AP അനിൽകുമാർ സന്ദർശിച്ചു. പുതിയ നവീകരണങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചാലപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രവും കുളവും മന്ത്രി AP അനിൽകുമാർ സന്ദർശിച്ചു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെയും സമീപത്തെ കുളത്തിന്റെയും നവീകരണത്തിന് സഹായം നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 60 മീറ്റർ നീളവും 40 മീറ്റർ വീതിയുമുള്ള കുളം സമീപത്തെ ഒട്ടേറെ പേർ ആശ്രയിക്കുന്നതാണ്. കടുത്ത വേനലിൽ പോലും വറ്റാത്ത കുളമാണിത്. കാലപ്പഴക്കത്തിൽ ക്ഷേത്രത്തിനും കുളത്തിനും നാശം നേരിട്ടിട്ടുണ്ട്. നിലവിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവീകരണവും നടക്കുന്നുണ്ട്. മന്ത്രി എത്തിയതോടെ കുളത്തിന്റെ നവീകരണം ദ്രുതഗതിയിലാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. 6 ചിത്രശില്പകാരന്മാരുടെ സൃഷ്ടികളുടെ പ്രദർശനം മൾട്ടിറ്റ്യൂഡ് എന്ന പേരിൽ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. വ്യത്യസ്തമായ 25ഓളം ചിത്രങ്ങളും 3 ശില്പങ്ങളുമാണ് പ്രദർശനത്തിനുള്ളത്. വ്യത്യസ്തമായ ചിന്തകളും ആശയങ്ങളും ഒരു കുടക്കീഴിൽ വന്നപ്പോൾ പുനർജനിച്ചത് 6 കലാകാരന്മാരുടെ പുതിയ സൃഷ്ടികളാണ്. പേരിനെ അന്വർത്ഥമാക്കും വിധം വിവിധ വീക്ഷണകോണുകളിലൂടെ 6 കലാകാരന്മാർ കണ്ട വ്യത്യസ്തമായ പ്രകൃതിയും കാഴ്ചകളുമാണ് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലെ പ്രദർശനത്തിനുള്ളത്. നന്ദൻ PV, K സുധീഷ്, സ്മിത GS, ആശാനന്ദൻ, സുനിൽ അശോകപുരം, സുനിൽ വല്ലാർപാടം എന്നിവരുടെ ചിത്രങ്ങളാണ് സന്ദർശകരിൽ കൌതുകമുളവാക്കിയത്. ഇന്ത്യൻ കാളയുടെ ചലനങ്ങൾക്ക് അതേ തീവ്രതയോടെ നിറം പകർന്നിരിക്കുകയാണ് PV നന്ദൻ. അദ്ദേഹത്തിന്റെ 3 ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ട്. K സുധീഷിന്റെ ശില്പങ്ങളും പെയിന്റിംഗുകളും ശ്രദ്ധേയമാണ്. അക്രിലിക് പെയിന്റിംഗിൽ പ്രകൃതിയിലെ വിവിധതരം പ്രാണികളെ വരച്ചുകാട്ടുകയാണ് സ്മിത GS. ഒച്ചുകൾ, പുൽച്ചാടികൾ, മാനുകൾ എന്നിവയെല്ലാം വ്യത്യസ്ത ഭാവത്തിൽ ചിത്രങ്ങളിൽ കാണാം. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ കുറച്ചു ചെറിയ ചെറിയ ജീവികളുടെ ചലനങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ എക്സിബിഷൻ ഇവിടെ. മേഘങ്ങൾക്കിടയിലെ ചിത്രങ്ങളെ തിരയുകയാണ് ആശാനന്ദന്റെ സൃഷ്ടികൾ. മറ്റൊരു വ്യത്യസ്ത ചിത്രവുമായി മുന്നോട്ട് വരുന്നത് സുനിൽ അശോകപുരമാണ്. ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പറയാതെ പറയുന്നത് തകർന്നടഞ്ഞ ആശയങ്ങളെക്കുറിച്ചാണ്. വിവിധതരം തൂണുകളാണ് ഇതിനാസ്പദമായി ചായക്കൂട്ടുകളിൽ വരച്ചു ചേർത്തത്. വ്യത്യസ്തമാർന്ന വിഷയം തന്നെയാണ് സുനിൽ വല്ലാർപാടത്തിന്റെ ചിത്രങ്ങൾക്കും പറയാനുള്ളത്. കൂടാതെ ടെറാക്കോട്ടയിൽ നിർമ്മിച്ച 3 ശില്പങ്ങളും പ്രദർശനത്തിനുണ്ട്. ചിത്രപ്രദർശനം 26-ന് സമാപിക്കും. കോഴിക്കോട് കോർപ്പറേഷൻ ബേപ്പൂർ മേഖലയിൽ 47, 51 ഡിവിഷനുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാർക്ക് നടുവട്ടം നാട്ടുകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ ഉദ്ഘാടനം ചെയ്തു. നടുവട്ടം നാട്ടുകൂട്ടം പൌരാവലിയുടെ ആഭിമുഖ്യത്തിലാണ് കൌൺസിലർമാർക്ക് സ്വീകരണം നൽകിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഹാരമണിയിച്ചാണ് കൌൺസിലർമാരെ സ്വീകരണ ചടങ്ങിലേക്ക് ആനയിച്ചത്. T ഉണ്ണികൃഷ്ണൻ അധ്യക്ഷം വഹിച്ച പരിപാടി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു സ്വീകരണവും ആദരവും മധുരിക്കുന്നതാണ്. സ്വന്തം നാട്ടുകാരുടെ ആദരവാകുന്ന സമയത്ത് അതിന് മധുരമേറും, ഒരുതരം ഇരട്ടി മധുരം. ആ ഇരട്ടി മധുരമാണ് ഒരർത്ഥത്തിൽ നാട്ടുകാരായിട്ടുള്ള വേദിയിലിരിക്കുന്ന ഞങ്ങളും സദസ്സിലിരിക്കുന്ന നിങ്ങളും നമ്മളെല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. യുക്തിവാദി സംഘം മുൻ സംസ്ഥാന പ്രസിഡന്റ് പത്മനാഭൻ പള്ളത്ത് മുഖ്യപ്രഭാഷണം നടത്തി. KP രാജേന്ദ്രൻ, ആലി ഹസൻ, കൃഷ്ണകുമാരി VP നാരായണദാസ് എന്നിവർ നേതൃത്വം നൽകി. K രാജു, കക്കാടത്ത് ബാലൻ എന്നിവർ ഹാരാർപ്പണം നടത്തി. 47-ാം ഡിവിഷൻ കൌൺസിലർ സതീഷ് കുമാർ, 51-ാം ഡിവിഷൻ കൌൺസിലർ ഗീജ ടീച്ചർ എന്നിവർക്കാണ് സ്വീകരണമൊരുക്കിയത്. പ്രവാചക വൈദ്യശാസ്ത്രത്തെ ആധുനികവും ശാസ്ത്രീയവുമാക്കി വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഡോക്ടർ ഷാഫി അബ്ദുള്ള സുഹൂരിക്കും സ്ഥാപനങ്ങൾക്കും നിയമാനുസൃത പിന്തുണ നൽകുമെന്നും തുടർ വികസനങ്ങൾക്കായി ഗവൺമെന്റ് തലത്തിൽ ശ്രമിക്കുമെന്നും MK രാഘവൻ MP. പ്രോഫിറ്റോപ്പതി പ്രൊട്ടക്ഷൻ കൌൺസിൽ കോഴിക്കോട് ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാരമ്പര്യ വൈദ്യചികിത്സാ രീതികൾ പോലെ പ്രവാചക വൈദ്യത്തിനും അംഗീകാരം ലഭിക്കേണ്ടതുണ്ടെന്നും പ്രവാചക വൈദ്യ കോഴ്സുകൾക്കെതിരെയുള്ള പരാതി അടിസ്ഥാനരഹിതമാണെന്നും MK രാഘവൻ MP. കോഴിക്കോട് ടൌൺ ഹാളിൽ നടന്ന പ്രൊഫറ്റോപ്പതി പ്രൊട്ടക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന കൺവെൻഷനും നിയമ സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമാനുസൃത പ്രവാചക വൈദ്യത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് കൺവെൻഷൻ ഒരുക്കിയത്. വിവിധ സെക്ഷനുകളിലായി നിയമവിദഗ്ധരാണ് ക്ലാസുകൾ നയിച്ചത്. ക്രിമിനൽ സൈക്കോളജിസ്റ്റ് അഡ്വക്കേറ്റ് NR രജിത്ത്, ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് കമൽജിത്ത് അഭിനവ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. അഡ്വക്കേറ്റ് ഫാറൂഖ് മുഹമ്മദ്, ഡോക്ടർ PP നാരായണൻ, മൊയിൻ ബാപ്പു മുഹമ്മദ്, അഡ്വക്കേറ്റ് റഫീഖ് മുഹമ്മദ്, ഡോക്ടർ ദുഷ്യന്തൻ, ഡോക്ടർ ബോബി ജോർജ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കുണ്ടുങ്ങൽ കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഗാ എക്സിബിഷൻ ഡ്രീം ഫെയർ 2015 തുടക്കമായി. സ്കൂളിൽ വിദ്യാർത്ഥിനികളും അധ്യാപകരും ചേർന്നൊരുക്കിയ ബൃഹത്തായ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി AP അനിൽകുമാർ റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ടാണ് നിർവഹിച്ചത്.
കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡ്രീം ഫെയർ 2015 വിദ്യാഭ്യാസ പ്രദർശനം തുടങ്ങി. ടൂറിസം മന്ത്രി AP അനിൽകുമാർ ജലറോക്കറ്റ് വിക്ഷേപിച്ച് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ KV കുഞ്ഞഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ C അബ്ദുറഹ്മാൻ, അഡ്വക്കേറ്റ് PM നിയാസ്, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം CP മാമുക്കോയ, PTA പ്രസിഡന്റ് KM അബ്ദുൾ സാദിഖ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ CP ആമിന, VHSC പ്രിൻസിപ്പൽ PM ശ്രീദേവി, P അസൻകോയ, BV ജാഫർ, ആയിഷ ഫർസാന എന്നിവർ സംസാരിച്ചു. എക്സിബിഷൻ കോർഡിനേറ്റർ S റഷീദ പദ്ധതി വിശദീകരിച്ചു. KM റഷീദ ബീഗം സ്വാഗതവും C മിനി നന്ദിയും പറഞ്ഞു. KMCT എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ 15 ദിവസമായി നടന്നുവരുന്ന ജീവനക്കാരുടെ അവകാശ സമരത്തെ ചെറുതാക്കി കാണിക്കുന്ന മാനേജ്മെന്റ് നിലപാടുകളിലെ അസത്യങ്ങൾ തുറന്നു കാണിക്കുമെന്ന് സമരസഹായ സമിതി. KMCT മാനേജ്മെന്റിന്റെ ധിക്കാര നടപടികൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. അതുപോലെ ESI ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും അനുവദിക്കപ്പെടാതെ മാനേജ്മെന്റ് തീർത്തും ദാർഢ്യത്തോടു കൂടിയുള്ള സമീപനമാണ് ജീവനക്കാരോട് സ്വീകരിച്ചു വരുന്നത്. ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ നൽകാൻ പോലും മാനേജ്മെന്റ് തയ്യാറാവുന്നില്ല. തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെയാണ് ജീവനക്കാർ ഇന്ന് സമരം ചെയ്യുന്നത്. 3 തവണ നോട്ടീസ് നൽകി കാത്തിരിക്കാൻ തയ്യാറായ തൊഴിലാളികളെ പരിഹസിക്കുന്ന വിധത്തിൽ പ്രതികരിച്ച KMCT മാനേജ്മെന്റാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഭീഷണിയുടെ രൂപത്തിൽ കോളേജ് അടച്ചിടുമെന്നിവരെ പ്രതികരിച്ച മാനേജ്മെന്റ് ഇതുവരെ തൊഴിലാളികളുടെ പ്രാഥമികമായ അവകാശങ്ങൾ പോലും അംഗീകാരം നൽകിയിട്ടില്ല. സമരം തുടങ്ങിയിട്ട് പോലും യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും നിർവഹിച്ചിട്ടുള്ളവരാണ് KMCTയിലെ ജീവനക്കാർ. ജീവനക്കാരുടെ ആത്മാർത്ഥതയും അവരുടെ പ്രശ്നങ്ങളിലെ സത്യവും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ഈ സമരത്തിൽ സജീവമായി ഇടപെടുന്നത്. ഫീസ് നൽകി വിദ്യാർത്ഥികളെ അയക്കുന്ന മാതാപിതാക്കളെ ഒന്ന് കാണാൻ പോലും മാനേജ്മെന്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, വളരെ ഹീനമായ രീതിയിലാണ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ പ്രതികരിച്ചതെന്നും സംയുക്ത സമരസമിതി നേതാക്കൾ പറഞ്ഞു. തന്റെ മകന് നേരെ നടന്ന റാഗിംഗിൽ കോളേജ് അധികാരികൾ നിസ്സംഗത പാലിക്കുകയാണെന്ന് ഉള്ളിയേരി മൊടക്കല്ലൂർ ആഞ്ജനേയ മെഡിക്കൽ കോളേജ് BDS വിദ്യാർത്ഥി അഭിനവിന്റെ പിതാവ് പ്രവീൺ കുമാർ. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസും മാനേജ്മെന്റിന് കൂട്ടുനിൽക്കുകയാണെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. പിന്നുള്ളത് ഈ പ്രിൻസിപ്പൽ കഴിഞ്ഞ ദിവസം DLSA വന്നിട്ട് പറഞ്ഞത് ഓൾറെഡി ഇത് ഞങ്ങൾക്ക് അറിയാം നടന്നിട്ടുണ്ട്. ബട്ട് മാനേജ്മെന്റ് സൈഡിൽ നിന്നുള്ള പ്രശ്നമുണ്ട്, റെപ്യൂട്ടേഷൻ ബാധിക്കുന്ന പറഞ്ഞ് നടന്നില്ലാതെ ഞങ്ങൾ പറയുന്നു. തന്റെ മകന് നേരെ നടന്ന അതിക്രൂരമായ റാഗിംഗ് ഒത്തുതീർപ്പാക്കാൻ കോളേജ് അധികാരികൾ അതിശക്തമായ സമ്മർദ്ദങ്ങൾ ചെലുത്തിവരികയാണ്. സീനിയർ വിദ്യാർത്ഥികളുടെ അതിക്രൂരമായ റാഗിംഗ് കോളേജിൽ തുടർച്ചയായി നടന്നിട്ടും ഫലപ്രദമായ ഒരു ആന്റി റാഗിംഗ് കമ്മിറ്റി രൂപീകരിക്കുവാനോ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമായി നേരിടാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുവാനോ കോളേജ് അധികൃതർ ഇന്നേവരെ തയ്യാറായിട്ടില്ല. മറിച്ച് മേൽപ്പറഞ്ഞ റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാധീനങ്ങൾക്ക് വഴങ്ങി തന്റെ മകനെതിരെ നടന്നിട്ടുള്ള സംഭവത്തിൽ റാഗിംഗേ നടന്നിട്ടില്ല എന്നുള്ള അന്വേഷണ റിപ്പോർട്ട് വ്യാജമായി ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. കോളേജിനുള്ളിൽ വെച്ച് നടന്ന സംഭവമായിട്ടുകൂടി ഈ കാര്യങ്ങൾ പോലീസിനെ അറിയിക്കുവാനോ കുറ്റകൃത്യം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ ഫലപ്രദമായി പോലീസ് നടപടി കൃത്യസമയത്ത് സ്വീകരിക്കുവാനോ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള കോളേജ് അധികൃതർ തയ്യാറായിട്ടില്ലെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. 2300ഓളം കുട്ടികൾ പഠിക്കുന്ന ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മിൽമ ബൂത്ത് പ്രവർത്തനം ആരംഭിച്ചു. PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ മിൽമ ബൂത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് KV മുസ്തഫ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ മിൽമ കോഴിക്കോട് ഡയറി മാനേജർ വിജയകുമാർ നിലവിളക്ക് കൊളുത്തി സ്റ്റാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ PJ ലൂസി, പ്രധാനാധ്യാപിക V ജീജ, MPTA പ്രസിഡന്റ് K പ്രജിത എന്നിവർ സംസാരിച്ചു. ആദ്യ വിൽപ്പനയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രധാനാധ്യാപിക V ജീജ നിർവഹിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കായികമേള ഡിസംബർ 5 മുതൽ 8 വരെ കോഴിക്കോട് നടക്കും. ലോഗോ പ്രകാശനം ചെയ്തു. ഉപജില്ലാ സ്കൂൾ കലോത്സവങ്ങൾക്ക് കോഴിക്കോട് തുടക്കമായി. പൊന്നാനിയിൽ വാഹനാപകടം. ഹാൻഡ്ബോൾ ടീം അംഗങ്ങളടക്കം 4 വിദ്യാർത്ഥികൾ മരിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.